കേരളം സൃഷ്ടിച്ചത് പരശുരാമൻ മഴുവെറിഞ്ഞാണത്രേ. പരശുരാമൻ മഴുവെറിഞ്ഞപ്പോൾ കടൽ മാറി അത്രയും ഭാഗം കരയേറി അല്ലെങ്കിൽ കരയായി. അങ്ങനെ ആയിടത്താണ് ഇന്ന് കേരളത്തിലെ പ്രഗത്ഭമായ പല ക്ഷേത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ കാലഘട്ട പരിഗണനയും ഐതിഹ്യ പെരുമയും കൊണ്ട് സമ്പന്നമായ ക്ഷേത്രങ്ങൾക്ക് പല തെറ്റും പറ്റുന്നുണ്ട്. ഒന്നാമതായി പറ്റുന്ന തെറ്റെന്ന് പറഞ്ഞാൽ ഇവരുടെ കാലഗണന ചെന്നെത്തുന്നത് ഈ കേരളം എറിഞ്ഞ് ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന പരശുരാമനും മുമ്പുള്ളതാണ്. അപ്പോൾ പിന്നെ കേരളം എങ്ങനെ ഉണ്ടായി? പിന്നെ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പരശുരാമൻ ചെന്ന് തൊഴുതിട്ടുണ്ട്, നമസ്കരിച്ചിട്ടുണ്ട്, ബലിയിട്ടിട്ടുണ്ട്. അതെങ്ങനെ സത്യമാകും? പിന്നെ പരശുരാമൻ സൃഷ്ടിച്ച ക്ഷേത്രങ്ങൾ 108 പറയുന്നു. പക്ഷേ ആകെയുള്ള ക്ഷേത്രങ്ങളുടെ പരശുരാമൻ്റെ സൃഷ്ടിയിലുള്ള കണക്കെടുക്കുമ്പോഴത്തേക്ക് സംഖ്യകൾ പിന്നെയും മാറി പോവുകയാണ്. കാരണം ഏതൊരു ചെറിയ ക്ഷേത്രത്തിൽ ചെന്നാലും പറയും ഈ ക്ഷേത്രം പണ്ട് ഒന്നെങ്കിൽ പരശുരാമൻ, അല്ലെങ്കിൽ വില്ലുമംഗലം സ്വാമിയാർ, അല്ലെങ്കിൽ ശങ്കരാചാര്യർ. പക്ഷേ കഥകളിലേക്കും ഇവരുടെ ചരിത്രത്തിലേക്കും പോകുമ്പോഴോ ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളതായി നമുക്കൊരു തെളിവും ലഭ്യമല്ല. കാരണം ശങ്കരാചാര്യരുടെ കഥകൾ തന്നെ ചിന്തിച്ചാലറിയാം, ശങ്കരാചാര്യർക്ക് കേരളത്തിലുള്ള ഈ പറയപ്പെടുന്ന അസ്തിത്വങ്ങളും ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും വളരെ കുറവാണ്. അല്ലെങ്കിൽ സത്യസന്ധമായി തെളിവ് സഹിതം കാണിക്കാൻ പറ്റട്ടെ.